learn commerce. Please like, share and subscribe. Today's topic, functions of industrial relation. First one, formulating industrial relations strategies and systems to support corporate priorities and strategic direction. ഓരോ കോർപ്പറേറ്റ് മീൻസ് ഓരോ ഓർഗനൈസേഷനും ഫോം ചെയ്തിട്ടുള്ളത് അവരുടേതായ പ്രയോറിറ്റീസും സ്ട്രാറ്റജീസിൻ്റെയും ബേസിലാണ്. ആ ഒരു പ്രയോറിറ്റീസിനും സ്ട്രാറ്റജീസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാനും സ്ട്രാറ്റജിക് ഡയറക്ഷനിൽ എംപ്ലോയീസും മാനേജ്മെൻറ്റും മൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഫോർമുലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഫോർമുലേറ്റിംഗ് ഇൻഡസ്ട്രിയൽ റിലേഷൻ സ്ട്രാറ്റജീസ് ആൻഡ് സിസ്റ്റംസ് ടു സപ്പോർട്ട് കോർപ്പറേറ്റ് പ്രയോറിറ്റീസ് ആൻഡ് സ്ട്രാറ്റജിക് ഡയറക്ഷൻ. ഓർക്കുക, ഇൻഡസ്ട്രിയൽ റിലേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോർപ്പറേറ്റ് പ്രയോറിറ്റീസിനെയും സ്ട്രാറ്റജിക് ഡയറക്ഷനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Next one, advising on the application and the interpretation of industrial rewards, agreements and the legislation which regulates aspects of employment. Means എംപ്ലോയ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവാർഡ്സ്, അഗ്രിമെൻറ്റ്സ്, ലെജിസ്ലേഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള അഡ്വൈസുകൾ പ്രൊവൈഡ് ചെയ്യുക. അഡ്വൈസിങ് ഓൺ ദി അപ്ലിക്കേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇവയുടെ അപ്ലിക്കേഷനും ഇൻ്റർപ്രിട്ടേഷൻ സമയത്തും അഡ്വൈസുകൾ റിസീവ് ചെയ്യുക എന്നുള്ളത് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും അഗ്രിമെൻറ്റ്സോ അവാർഡ്സോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ലെജിസ്ലേഷൻസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻസും ഡിസ്കഷൻസും ഒക്കെ എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിലിടയിലുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ അഡ്വൈസുകൾ റിസീവ് ചെയ്യുക എന്നുള്ളത് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഒരു ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വൺ, നെഗോഷിയേറ്റിംഗ് വിത്ത് യൂണിയൻസ് ആൻഡ് വിത്ത് ദി സെൻട്രൽ ഏജൻസീസ്. അപ്പം എംപ്ലോയീസുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ വരുന്ന സമയത്ത് യൂണിയൻസുമായിട്ട് നെഗോഷിയേഷൻസ് നടത്തുന്നതും സെൻട്രൽ ഏജൻസീസ് മീൻസ് ഗവൺമെൻറ് ഏജൻസീസും ഒക്കെ ആയിട്ട് നെഗോഷിയേഷൻസ് നടക്കുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഭാഗമായിട്ടാണ്. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക് ഫോർ ദ കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് that is fair and just. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള റിലേഷൻസ് മീൻസ് ഇൻഡസ്ട്രീസിലുള്ള എംപ്ലോയീസിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പിനെ നല്ല ഫെയർ ആയിട്ടും ജസ്റ്റ് ആയിട്ടും ചെയ്യാൻ വേണ്ടി ഫെയർ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഫോർ കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ സംബന്ധിച്ച ഒരു ബെറ്റർ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യും. ഫിഫ്ത്ത് വൺ, ടു പ്രൊമോട്ട് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ദി ഇക്കണോമി ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് മീൻസ് ഒരു കൺട്രിയുടെ എക്കണോമിയിൽ ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി വേണമെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റുകൾ ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇക്കണോമിക്ക് വേണ്ടിയിട്ട് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളത് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഫംഗ്ഷനാണ്. സിക്സ്ത് വൺ, പ്രൊമോട്ട് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബൈ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് അറ്റ് എൻ എൻ്റർപ്രൈസ് ഓർ വർക്ക് പ്ലേസ് ലെവൽ. ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ലെവലിൽ എംപ്ലോയീസിൻ്റെയും അതുപോലെ തന്നെ എംപ്ലോയേഴ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക, പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വൺ, എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബൈ റെപ്രസെൻറ്റേറ്റീവ് ബോഡീസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് ടു എൻകറേജ് റെസ്പോൺസിബിൾ മാനേജ്മെൻറ്റ് ആൻഡ് ഡെമോക്രാറ്റിക് കൺട്രോൾ ഓഫ് ദോസ് ബോഡീസ്. ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ബോഡീസ് മീൻസ് യൂണിയൻസ് പോലുള്ള റെപ്രസെൻറ്റേറ്റീവ് ബോഡീസും എംപ്ലോയേഴ്സിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. ടു എൻകറേജ് ദ റെസ്പോൺസിബിൾ മാനേജ്മെൻറ്റ്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ബോഡീസിൽ ഡെമോക്രാറ്റിക് കൺട്രോളും കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൻ്റെ ആക്ടിവിറ്റീസിൽ റെപ്രസെൻറ്റേറ്റീവ് ബോഡീസിൻ്റെയും അതുപോലെ തന്നെ എംപ്ലോയേഴ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക. അതിലൂടെ മാനേജ്മെൻറ്റിനെ നല്ല റെസ്പോൺസിബിൾ ആക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബോഡീസിനെ മുഴുവൻ ഡെമോക്രാറ്റിക് ആക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ റിലേഷനിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക. എയ്ത്ത് വൺ, ഫെസിലിറ്റേറ്റ് അപ്രോപ്രിയേറ്റ് റെഗുലേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ത്രൂ അവാർഡ്, എൻ്റർപ്രൈസ് എഗ്രിമെൻറ്റ് ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അവാർഡ്സ് അതുപോലെ തന്നെ അഗ്രിമെൻറ്റ്സും ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റ്സും യൂസ് ചെയ്തുകൊണ്ട് എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് റെഗുലേഷൻസ്, പക്ഷെ അതൊരു കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൽ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള റെഗുലേഷൻസിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, പ്രിവെൻറ്റ് ആൻഡ് എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ വർക്ക് പ്ലേസ് and in a particular to ensure equal remuneration for men and women doing work of equal or comparable values.
അപ്പം ഒരു ഓർഗനൈസേഷൻ്റെ വർക്ക് പ്ലേസിൽ യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിസ്ക്രിമിനേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മെന്നും വിമണും ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈക്വൽ ആയിട്ടുള്ള റെമ്യൂണറേഷൻസിനെ എൻഷുർ ചെയ്യുക. ഈ രീതിയിൽ ഡിസ്ക്രിമിനേഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഫങ്ഷനാണ്. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് ഫോർ ദ റെസൊല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ബൈ കൺസലേഷൻ ആൻഡ് ഇഫ് നെസസറി ബൈ ആർബിട്രേഷൻ. ആർബിട്രേഷനിലൂടെ അല്ലെങ്കിൽ കൺസലേഷനിലൂടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്യൂട്ട്സുകളെല്ലാം തന്നെ റിസോൾവ് ചെയ്യുക, മീൻസ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അപ്പം ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ എസെൻഷ്യൽ ആണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഫങ്ഷൻ ആണ് എന്ത്, ഡിസ്പ്യൂട്ട്സിനെ ഡിസോൾവ് ചെയ്യുക എന്നുള്ളത്. ലാസ്റ്റ് വൺ, എൻകറേജ് ആൻഡ് ഫെസിലിറ്റേറ്റ് കോപ്പറേറ്റീവ് വർക്ക് പ്ലേസ് റിഫോംസ് ആൻഡ് ഇക്വിറ്റബിൾ ഇന്നോവേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് വർക്ക് പ്ലേസ് റിലേഷൻസ്. മീൻസ് ഓർഗനൈസേഷനിലെ വർക്ക് പ്ലേസിൽ കോപ്പറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസിനെ എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഫങ്ഷനാണ്. ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നെക്സ്റ്റ് ടോപ്പിക്, ഏരിയാസ് കവേർഡ് ബൈ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് പോളിസീസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ പോളിസീസിൽ ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യുന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ട്രേഡ് യൂണിയൻ റെക്കഗ്നിഷൻ. ട്രേഡ് യൂണിയൻ റെക്കഗ്നൈഷൻ മീൻസ് ഒരു ഓർഗനൈസേഷൻ ഒരു ട്രേഡ് യൂണിയനെ റെക്കഗ്നൈസ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ, റെക്കഗ്നൈസ് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ പോളിസീസിൻ്റെ ഭാഗമായിട്ടാണ്. മീൻസ് ട്രേഡ് യൂണിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേഷണൽ ബോഡീസ് ആയിട്ടും കളക്റ്റീവ് ബാർഗെയിനിങ്ങിനൊക്കെ യൂണിയൻസ് ആവശ്യമാണ്. അപ്പോൾ ഒരു യൂണിയനെ റെക്കഗ്നൈസ് ചെയ്യണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ യൂണിയനെ ഓർഗനൈസേഷൻ റെക്കഗ്നൈസ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൻ്റെ പാർട്ടായിട്ടാണ്. സെക്കൻഡ് വൺ, കളക്റ്റീവ് ബാർഗെയിനിങ്. Collective bargaining means the extent to which it should be centralized or decentralized and the scope of areas to be covered by collective bargaining. അപ്പോൾ ഓർഗനൈസേഷനിൽ എല്ലാ കാര്യങ്ങളും കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ നേടിയെടുക്കാൻ അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ഡിസൈഡ് ചെയ്യുകയില്ല. അപ്പോൾ ഏത് എക്സ്റ്റെൻറ്റ് വരെ ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ സെൻട്രലൈസ് ചെയ്യണം, ഡീസെൻട്രലൈസ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രയാണെന്നുള്ളത് ഇൻഡസ്ട്രിയൽ റിലേഷൻ പോളിസീസ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Third one, employee relations procedures, the nature and the scope of procedure for redundancy, grievances handling and disputes. Means ഓർഗനൈസേഷനിൽ എംപ്ലോയിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രീവൻസുകൾ, ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെ നാച്ചർ എന്താണ്, ഇപ്പോൾ സ്കോപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ പോളിസീസിലാണ്. Fourth one, participation and involvement means the extent to which the organization is prepared to give employees a voice on matters and that concern them. Means ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിൻ്റെ അവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സിൽ ഏത് പരിധി വരെ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് ഒരുക്കാം. മീൻസ് ഏത് എക്സ്റ്റെൻറ്റ് വരെയാണ് എംപ്ലോയീസിന് അവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പറ്റുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻ പോളിസീസ് ആണ്. Fifth one, partnership, the extent to which the partnership approach is thought to be desirable. Means employer partnership ഏത് എക്സ്റ്റെൻറ്റ് വരെ ഡിസൈറബിൾ ആണ് ഓർഗനൈസേഷനിൽ ഡിസൈഡ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ പോളിസീസിലാണ്. Next one, the employment relationship. That means the extent to which the terms and conditions of employment should be governed by collective agreements or based on individual contract of employment. Means എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു എംപ്ലോയ്മെൻറ്റിൻ്റെ കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസ് ഏത് രീതിയിലാണ് ഗവേൺ ചെയ്യേണ്ടത്, ഏത് രീതി വരെ അല്ലെങ്കിൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ കളക്റ്റീവ് അഗ്രിമെൻറ്റ്സിലൂടെ ഉണ്ടായ ടേംസ് എംപ്ലോയ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ കളക്റ്റീവ് അഗ്രിമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കാം എന്നുള്ള ഡിസൈഡ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ പോളിസീസിൽ ആണ്, ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് പോളിസീസിലാണ്. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഏത് ലെവലിൽ വരെ എംപ്ലോയീസിൻ്റെ ഒപ്പീനിയൻ കൂടെ കൺസിഡർ ചെയ്തിട്ട് അവരുമായിട്ട് കളക്റ്റീവ് അഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കാം എന്നുള്ളത് ഡിസൈഡ് ചെയ്തത് ഇൻഡസ്ട്രിയൽ റിലേഷൻ പോളിസീസിലാണ്. Next one, harmonization of terms and conditions of employment for staff and manual workers. Staff means office staff ആണ്, ഓഫീസ് വർക്കുകൾ ചെയ്യുന്ന സ്റ്റാഫ്. അതുപോലെ തന്നെ മാനുവൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ലേബേഴ്സ് ആണ്. അവർ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് മാനുവൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാനുവൽ വർക്കേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ്
എങ്ങനെ ഹാർമോണൈസ് ചെയ്യാം അത് ഡിസൈഡ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ പോളിസീസിലാണ്. ലാസ്റ്റ് വൺ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് മീൻസ് ട്രേഡ് യൂണിയൻസിനെയോ എംപ്ലോയീസിനെയോ ഇൻക്ലൂഡ് ചെയ്യിക്കാതെ അല്ലെങ്കിൽ അവരോട് റെഫർ ചെയ്യാതെ ഏത് അളവ് വരെ മാനേജ്മെൻറ്റിന് വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സിനെ ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയും അത് ആണ് വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് പറയുന്നത്. ദ ഡിഗ്രി ടു വിച്ച് മാനേജ്മെൻറ്റ് ക്യാൻ ഡിറ്റർമൈൻ ദ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് വിത്തൗട്ട് ദ റെഫറൻസ് ടു ട്രേഡ് യൂണിയൻസ് ഓർ എംപ്ലോയീസ് ഇത് പറയുന്നതാണ് വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ പോളിസീസിലാണ്. ഇത്രയാണ് ഏരിയാസ് കവേർഡ് ബൈ ഇൻഡസ്ട്രിയൽ റിലേഷൻ പോളിസീസ്. താങ്ക് യു.